അപ്പോൾ ഇത് രത്നങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾക്കും രത്നകാരകത്വമുണ്ട്. അപ്പോൾ അത് നമ്മൾ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂര്യന് ചുവപ്പ് കല്ല്, സൂര്യകാന്തക്കല്ല്, വൈഡൂര്യം എന്നൊക്കെ പറയും. ചന്ദ്രനാണെങ്കിൽ രത്നം, മുത്ത്, ചൊവ്വയ്ക്കാണെങ്കിൽ ചെമ്പവിഴം, അതായത് ചുവന്ന പവിഴം, ബുധനാണെങ്കിൽ മരതകം, വ്യാഴത്തിന് രത്നം, ശുക്രൻ ആണെങ്കിൽ മുത്ത്, വൈരം, പവിഴം, ശനിക്കാണെങ്കിൽ ഇന്ദ്രനീലക്കല്ല്, ഇന്ദ്രനീല, അതുപോലെ കരിങ്കല്ല് ശനിയുടെ ഒരു കാരകത്വത്തിൽ വരുന്നതാണ്. രത്നമല്ല കരിങ്കല്ല്, എങ്കിലും കരിങ്കല്ലൊക്കെയാണല്ലോ പിന്നീട് രത്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഇന്ദ്രനീലക്കല്ല് അല്ലെങ്കിൽ കരിങ്കല്ല് തന്നെ ശനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാരകത്വമാണ്, രത്ന കാരകത്വമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങൾ വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ സ്വർണ്ണക്കടയിലും രത്നക്കടയിലും ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് നോക്കി നമുക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് നമ്മൾ എങ്ങനെ വേണം നമുക്ക് നമ്മുടെ അതൊക്കെ ഇപ്പോഴത്തെ അത് കടക്കാർ ചെയ്യുന്നല്ല, ഗ്രഹനില നോക്കി വേണം ചെയ്യാൻ. നാളെ വെച്ച് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന നാളുകാർക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് വരുന്നത്. അതൊന്നും ഒരിക്കലും ശരിയാകത്തില്ല. കാര്യം ഒരു 10-15% മാത്രമേ അത് ശരിയാകത്തുള്ളൂ നാളെ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ 27 നാളുകാർ മാത്രമല്ല, എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും 2 പേർക്ക്, ഈവൻ ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരുപോലെയുള്ള ഭാവിയില്ല, ഒരുപോലെയുള്ള ജീവിതത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഒരു നാളെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് യാതൊരു മീനിങ്ങും ഇല്ല. നാളെ മാത്രം എടുത്താൽ ഏകദേശമൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫാക്ട്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഗ്രഹനില നോക്കി ആ ഗ്രഹനിലയിൽ ഏത് ഗ്രഹമാണ് അവനെ അല്ലെങ്കിൽ ഈ ജാതകനെ കഷ്ടപ്പെടുത്തുന്നത്, അതിനെ മറികടക്കുന്നതിന് രീതിയിലുള്ള അത് വേണം ധരിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാളുള്ള ഒരാൾ, 2 പേര്, ആ നാളുള്ള ആൾക്ക് ചിലപ്പോൾ ശനി, ചിലപ്പോൾ ഒരാൾക്ക് നല്ല നിലയിലായിരിക്കും ശനി നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മളിവിടെ എടുത്ത ഗ്രഹനിലയിൽ ഈ നാള് വരുന്നത് എങ്ങനെയാണ്? ചന്ദ്രൻ എവിടെ നിൽക്കുന്നോ അതാണ് നാള് തീരുമാനിക്കുന്നത്. ചന്ദ്രൻ ഇവിടെ ആണെങ്കിലും, കാര്യം ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുക 2 ദിവസമേ ഒരു സ്ഥലത്ത് നിൽക്കത്തുള്ളൂ, 2.25 ദിവസം വേണ്ട ഒരു രാശിയിലുള്ളൂ. അപ്പോൾ ചന്ദ്രൻ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശനി എത്ര വർഷം എടുക്കും? 2.5 വർഷം എടുക്കും ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ ചന്ദ്രൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു നാളുണ്ട്, ഉത്രട്ടായ നാളുകാരന് ശനി എവിടെ നിൽക്കാം? ഇവിടെ ശനി ഇപ്പോൾ അവന് ഉച്ചത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ശനിയുടെ ദോഷം അധികം വരത്തില്ല. പക്ഷേ ശനി ചിലപ്പോൾ എന്തു പറയാം, ഈ ഉത്രട്ടായ നക്ഷത്രക്കാരന് തന്നെ ശനി നീചത്തിൽ നിൽക്കാം. കാര്യം നാള് പറയുന്നത് എപ്പോഴും ചന്ദ്രൻ ഇവിടെ വരുമ്പോഴാണ് നാള് വരുന്നത്. ബാക്കി ഒരേ നാളാണെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും നിൽക്കാം, ശരിയല്ലേ? അപ്പോൾ ഏതാ അതായത് ദശാകാലത്ത് ഓരോ ദശാകാലത്തും ആ ദശാനാഥൻ അനുകൂലമല്ലെങ്കിൽ അനുകൂലമാക്കാൻ വേണ്ടിയല്ല നമ്മൾ രത്നം ഇടുന്നത്. മനസ്സിലായോ? മാറ്റിക്കൊണ്ടിരിക്കണം, അല്ല പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് 22 ഒക്കെ ഇടേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്ത് 22 ഒക്കെ ഇട്ടാലേ നമുക്ക് കുറച്ചൊക്കെ ഒരു 25 എഫക്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ ശരിക്കും ഗ്രഹനില നോക്കി വേണം ഇത് തീരുമാനിക്കാൻ. അതാണ് അത്. നമ്മൾ സ്വർണ്ണക്കടയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ കൂടെ വാങ്ങിപ്പിക്കുക. അപ്പോൾ നാളെ തന്നെ ഇന്ന നാളോ ഇന്ന നല്ലതാണ് വെച്ചോ, ഓക്കെ, കാശ് അവരുടെ ഇതിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ജ്യോതിഷ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രഹനില നോക്കി ഇവിടെ ഏതാണോ പ്രശ്നം, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിനാണ് നവരത്നം, ഇത്
അത് തന്നെ. നവരത്നം ആണെങ്കിൽ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് നവരത്നമാണെങ്കിൽ. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു എന്താ പറയുന്ന ഒരു സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് അതിനുണ്ടാവാം. അപ്പോൾ നവരത്നം നല്ലൊരു ഓപ്ഷനാവും. പക്ഷെ അത് കറക്റ്റാണോ, അതിൻ്റെ ക്യാരറ്റും കാര്യങ്ങളും ഇന്ന സംഭവമാണെന്ന് നമ്മളത് ഒരു വിശ്വസ്തയോടുകൂടി നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ. അപ്പോൾ ഈ ഒരു ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഗ്രഹനിലയിൽ. നോക്കിയേ, വ്യാഴം നിൽക്കുന്നത് ഇവിടെ, വ്യാഴം നീചത്തിലാണ് നിൽക്കുന്നത്. വ്യാഴത്തെ കൊണ്ട് ഒരു ഗുണവുമില്ല ഈ ഉത്രട്ടായ നാളുകാരന്. നീചസ്ഥനാണ് വ്യാഴം. അപ്പോൾ എന്ത് ചെയ്യണം? വ്യാഴത്തിൻ്റെ ദശാകാലത്ത് മാത്രമല്ല, വ്യാഴം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗ്രഹങ്ങളും അതുപോലെ തന്നെയാണ്. ദശാകാലത്ത് പ്രത്യേകിച്ച് ആവശ്യം വരും. അല്ലാണ്ട് തന്നെ ബാക്കിയുള്ള ദശാകാലത്തും വ്യാഴം വേണം. വ്യാഴത്തിൻ്റെ കാരകത്വങ്ങൾ കിട്ടണം നമുക്ക്. ധനത്തിൻ്റെ ആളാണ്, ഭണ്ഡാരത്തിൻ്റെ ആളാണ് വ്യാഴം. ധനം, പുത്രകാരകനാണ് വ്യാഴം. സ്ത്രീജാതകമാണെങ്കിൽ ഭർത്തൃകാരകനാണ്. ഭർത്താവിനെ കൊണ്ട് നമുക്ക് നല്ല ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യാഴം നന്നായിട്ടിരിക്കണം. ഇതെല്ലാം വേണ്ടേ എപ്പോഴും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് വ്യാഴം ഈ ജാതകന് രക്ഷയില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പഞ്ചലോഹങ്ങൾ ധരിക്കാം, നവരത്നങ്ങൾ ധരിക്കാം. പക്ഷേ വ്യാഴത്തെ നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം. അതിന് പറയുന്ന രത്നം ഏതാണോ അത് നമ്മൾ നോക്കി മനസ്സിലാക്കി ഒരു ജ്യോതിഷാചാര്യനെ കണ്ട് മനസ്സിലാക്കി പറ്റുമെങ്കിൽ നമുക്ക് ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്, നമുക്കെടുത്ത് വായിക്കാം. ശാസ്ത്രഗ്രന്ഥങ്ങൾ ഇതുണ്ടല്ലേ, ഇതാണ് ശാസ്ത്രഗ്രന്ഥം. ഹോരാശാസ്ത്രം. ഇതാണ് ജ്യോതിഷം കണ്ടുപിടിച്ച ആൾ. ജ്യോതിഷം വരാഹവിഹരൻ എന്ന് പറയുന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ നവഗ്രഹങ്ങളിൽ ഒരാളാണ് ഇത് എഴുതിയത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. അത് നമുക്ക് അതിലേക്ക് വരാം, അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ. അപ്പോൾ ഈ ഗ്രന്ഥം നമുക്ക് വായിക്കാൻ കിട്ടും. അതിൻ്റെ അകത്ത് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിന് ഇന്ന സംഭവമാണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ജ്യോതിഷന്മാർ പറയുന്നത് മാത്രം കേൾക്കണ്ട, നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്ന് കാലം മാറി, പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ കാണുക. അപ്പോൾ അവർ തെറ്റാണോ പറയുന്നത് നമുക്ക് പോലും പറയണ്ടേ. ഇന്നത്തെ കാലം നമുക്ക് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. തെറ്റുകളാർക്കും പറ്റാം, മനുഷ്യർക്ക് അബദ്ധം പറ്റാമല്ലോ. അപ്പോൾ നമുക്കും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു സംരംഭം തുടങ്ങിയത് തന്നെ. നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. കാര്യം നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഇതാണിത് ജ്യോതിഷം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തെങ്കിലും നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയത്. അപ്പോൾ കൺഫ്യൂഷൻ ആകണ്ടേ. ഏതെങ്കിലും രത്നം നമ്മൾ ഉപയോഗിക്കുന്ന നവരത്നങ്ങളൊക്കെ ആണെങ്കിൽ അത് എല്ലാത്തിനും ഗുണം ചെയ്യും. അപ്പോൾ അത് പഞ്ചലോഹം ആണെങ്കിലും വലിയ ചിലവില്ലാതെ നമുക്കതും സെയിം ഉപയോഗം തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പണത്തിൻ്റെ വലിപ്പത്തിലല്ല ഈശ്വരൻ നമുക്ക് അനുഗ്രഹം തരുന്നത്, അതിൻ്റെ ആ തത്വങ്ങളാണ് നമുക്ക് ദോഷത്തെ മാറ്റി തരുന്നത്.